ജനകീയ ബജറ്റ് ഒരുക്കാൻ ജനങ്ങളെ നേരിൽ കേട്ട് തൃശൂർ കോർപ്പറേഷൻ മേയറും ഡെപ്യൂട്ടി മേയറും നിർദ്ദേശങ്ങൾക്കൊപ്പം പരാതിയുടെ കെട്ടഴിഞ്ഞതോടെ അതിനായി പരിഹാര അദാലത്ത് തന്നെ ഒരുക്കുമെന്ന് മേയർ. ലൈൻ ട്രാഫിക് അടിയന്തരമായി നടപ്പിലാക്കുക, കുട്ടനെല്ലൂർ എംഒ റോഡ് ഒല്ലൂർ ജംഗ്ഷൻ വികസനം പ്രാവർത്തികമാക്കുക, പൂങ്കുന്നം ജംഗ്ഷനിലെ കുപ്പിക്കഴുത്ത് ഒഴിവാക്കാൻ കോർപ്പറേഷൻ ഇടപെടുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഉയർന്നു. നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കാൻ നടപടി വേണം. വാട്ടർ മീറ്റർ മാറ്റാൻ 25 രൂപയിൽ നിന്നും 500 രൂപയാക്കി ഉയർത്തിയതും കേടുപാടുകൾ ഉപഭോക്താവ് തന്നെ പരിഹരിക്കേണ്ട അവസ്ഥയും പുനഃപരിശോധിക്കണം. ജയ്ഹിന്ദ് മാർക്കറ്റ് റോഡ് കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കാൻ ബജറ്റിൽ ഫണ്ട് അനുവദിക്കണം. തെരുവുനായ ശല്യത്തിന് പരിഹാരം വേണം. ഇങ്ങനെ നീണ്ടു ജനങ്ങളുടെ ചർച്ച. നിർദ്ദേശങ്ങൾക്കുപരിയായി പരാതിയും പരിഹാരവും തേടലായി പലപ്പോഴും ചർച്ച വഴിമാറി. എന്നിരുന്നാലും പരാതികളുടെ നിര നീളുന്നത് മനസ്സിലാക്കിയ മേയർ അതിനായി അധികം വൈകാതെ തന്നെ പ്രത്യേക അദാലത്ത് നടത്താമെന്നും അറിയിക്കുകയായിരുന്നു. യോഗത്തിൽ ഉയർന്ന ജനകീയ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് ബജറ്റ് തയ്യാറാക്കാനാണ് ഭരണസമിതിയുടെ തീരുമാനം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അഡ്വക്കേറ്റ് വില്ലി ജിജോ, ടി ആർ സന്തോഷ് ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു. TCV തൃശൂർ.